50 rupees. ചെരുപ്പിട്ടു. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി മുതൽ അപ്പർ ക്ലാസ് ഫാമിലീസ് ആണ് 4 കെട്ട് മോഡൽ വീടുകളൊക്കെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റി അവരൊക്കെ 3 കെട്ട് മോഡൽ വീടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നടുവിന് ചുറ്റും 3 ബ്ലോക്കുകളോട് കൂടിയ വീടാണ് 3 കെട്ട്. ഇതേപോലെ ഏതെങ്കിലും ഭിത്തിയിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, വരാന്തയോ ഒന്നും ഉണ്ടാവില്ല, പുറത്തേക്കുള്ള ഒരു വാതിൽ മാത്രം. നമ്മൾ നിൽക്കുന്നത് കിഴക്കിനി എന്ന് പറയും. ഹിന്ദു വിശ്വാസപ്രകാരം കിഴക്കാണ് ഏറ്റവും ഉത്തമമായ ദിശ. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കിനി പോയി തല കുനിച്ച് വന്നിച്ച് അകത്തോട്ട് കയറും. നമ്മൾ ഇതിലാണ് കയറേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെയാണ് എല്ലാ ചടങ്ങുകളും നടക്കുക. ഇവിടെ കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ചടങ്ങുകളും നടക്കാം കിഴക്കിനിയിലായിരിക്കും. കിഴക്കിനിയുടെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ആടുകളിലൊക്കെ മുറിയുണ്ടോ, അതാണ് ആളാന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായിട്ടൊരു ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ലോക്ക് അഴിച്ചു വെച്ചിരിക്കുകയാണ്. കോൽത്താഴം എന്ന് പറയും. പണ്ടത്തെ ഒരു മോഡൽ ലോക്കാണ് കോൽത്താഴം. ഈ വീട്ടിലെ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കുക ആ മുറിയിലായിരിക്കും. ഏറ്റവും മുതിർന്ന ലേഡിയായ വല്യമ്മയാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. ഇവിടുത്തെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നോക്കിക്കാണാൻ വല്യമ്മയുടെ മുറി ഇവിടെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ആ ജനൽ വഴി വല്യമ്മ നിർദ്ദേശങ്ങളൊക്കെ താഴോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ചടങ്ങ് നടക്കുമ്പോൾ ഈ 4 വലിയ തൂണുകളെ നൂല് വെച്ചിട്ടോ വെള്ള നൂല് വെച്ചിട്ടോ വെള്ള തുണി വെച്ചിട്ടോ കവർ ചെയ്തിട്ട് ബന്ധിപ്പിച്ചിട്ടായിരിക്കും നടുക്ക് ചടങ്ങുകളൊക്കെ നടത്താം. പൂജകളൊക്കെ കഴിഞ്ഞ് അടിച്ചു കഴുകി വെള്ളം പോകാനും പൂജാരികൾ കൈകാലുകൾ കഴുകി കിഡ്നിയിൽ വെള്ളം കളയാനൊക്കെ ഉള്ള 2 ഓവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കിഴക്കിൻ്റെ പടിഞ്ഞാറിൻ്റെ ഉപയോഗം കഴിഞ്ഞു. പിന്നെ പുറകിൽ വടക്കിനെയാണ്. അടുക്കളയും സ്ത്രീകളുടെ ബെഡ്റൂംസ് ഒക്കെയാണ് വടക്കിനിയിൽ വരുന്നത്. ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലെ പുരുഷന്മാരായിരുന്നു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക. അത് വേറെ വിഭാഗപ്പെട്ടവർ. പാലത്തെ സ്ത്രീകളും കുട്ടികളാണ് താമസമെങ്കിലും പാലം സമുച്ചയത്തിലെ ഏക അടുക്കള ഇതായിരുന്നു. അതിനോട് ചേർന്ന് വിശാലമായ ഊട്ടുപുരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ അടുക്കള ഊട്ടുപുരയായിട്ട് ഇനിയുണ്ട് ബാലൻസ്. പക്ഷേ 1956 പാലം ഫാമിലി കൊച്ചിയിൽ പാതി വരുന്ന പോലെ സ്വത്ത് ഭാഗം വെച്ച കൊടുത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി ഒരു ഫാമിലികൾക്ക് കൊടുത്തു. അപ്പോൾ ഇത് കിച്ചൺ, ചെറിയൊരു കിച്ചൺ ഇപ്പോൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും കിച്ചണും ഊട്ടുപുരം നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു വീടായിട്ട് അവർ യൂസ് ചെയ്യണം. ഓക്കെ, തെക്കിനി കൂടിയാണ് നമ്മൾ ഇവിടെ വരുന്ന കുട്ടികൾ പുറത്തോട്ട് പോകേണ്ടത്. മരിച്ച ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഡെഡ് ബോഡി പുറത്തോട്ട് കൊണ്ടുപോകുന്നു. തെക്കോട്ട് എടുക്കാന്ന് പറയില്ലേ, അതന്നെ തെക്കോട്ട് എടുക്കും. നമ്മൾ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് നെഞ്ച് വിരിച്ച് പോകണം. അതുകൊണ്ട് വലിയ ഡോർ, കയറി വരാൻ ചെറിയ ഡോർ, അഹങ്കാരമൊക്കെ കുറച്ച് തല കുറിച്ച് വരാൻ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ ചെറിയ ഡോർ, പോകാനായിട്ട് വലിയ ഡോർ. സ്ത്രീകളും കുട്ടികളാന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം വരും പുരുഷന്മാരെങ്ങനെയാണെന്നുള്ളത്. നായർ കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ, അതുകൊണ്ട് മരുമക്കത്തായി ഒന്ന് ഫോളോ ചെയ്യാം. സ്ത്രീകൾ വിവാഹത്തിന് ശേഷം പുരുഷന്റെ വീട്ടിലേക്ക് പോകില്ല, പുരുഷന്മാർ ഇങ്ങോട്ടേക്ക് വന്നു പോവാണ് ചെയ്യാം. അതുപോലെ തന്നെ സംബന്ധക്കാരുണ്ടാവും. സംബന്ധക്കാരായിട്ട് വരാൻ നമ്പൂതിരിമാരല്ലെങ്കിൽ കൊച്ചി രാജകുടുംബായിരിക്കും. അതിനുള്ള പ്രത്യേക മുറികൾ സംബന്ധങ്ങൾക്ക് മുകളിലായിരിക്കും. അവർക്ക് അനുവദിച്ചിട്ടുള്ള മുറികൾ വന്നു പോകും. പാരമ്പര്യം അമ്മ വഴിക്കാണ്. അമ്മാവൻ്റെ സ്വത്തിനാണ് ഇവിടുത്തെ കുട്ടികൾക്ക് അവകാശം. പാലിത്തച്ഛൻ്റെ സഹോദരിമാരാണ് ഈ വീട്ടിൽ താമസിക്കുക. സഹോദരിയുടെ മൂത്ത ആൺകുട്ടിക്ക് അടുത്ത സ്ഥാനം. ഇതാണ് മരുമക്കത്താഴെന്ന് പറയുന്നത്. ഇതാണ് ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത്. ഇനി ഓരോ ഭാഗങ്ങൾ കണ്ട് ജസ്റ്റ് പോവാം. അപ്പോൾ നമ്മളിനി ഇങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ ഈ വീടിൻ്റെ വാസ്തുവിധി പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, പണ്ടത്തെ വീടുകളിലൊക്കെ ചെറിയൊരു ദ്വാരം കൊടുക്കില്ലേ കാറ്റും വെളിച്ചവും കടന്നു പോകാനായിട്ട്. കർണസൂത്രം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് ഫോർമുല. ഇത് കാറ്റ് കടന്നു പോകാനുള്ളതാണ്. ഇതിങ്ങനെ നോക്കിയാൽ കാണാം, കോണോട് കോണാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എല്ലാ കോണുകളും 5 ഭിത്തികളെ കണക്ട് ചെയ്ത് ചെറിയ വ്യത്യാസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത്ര ഇതായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിന്ന് വടക്ക് കിഴക്കോട്ടാണ് കർണസൂത്രം അവസാനിക്കുന്നത്. നമ്മൾ കറങ്ങി അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു ഹോള് കാണാം. ആ ഹോളിൽ കൊണ്ട് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഇവിടെ വരെ കാണാം. പണ്ട് അപ്പുറത്തെ മിച്ചം കാണായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കള അടച്ചു കളഞ്ഞുകൊണ്ട് ഇവിടെ വരെ ബ്ലോക്കായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. കർണസൂത്രം അടുക്കള ജസ്റ്റ് ഒന്ന് നോക്കാം. അന്നത്തെ ഒബ്ജക്റ്റുകളൊക്കെയാണ് ഇത്. താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അടുക്കള മാത്രമാണ് കേട്ടോ. ഇതെല്ലാം ഇത് പുറകിൽ ഇനിയുണ്ട്. വലിയൊരു അടുക്കള ഒട്ടുപോലെ ഇനിയുണ്ട്. നമുക്ക് ഇവിടെ വെച്ചിപ്പോൾ ഇല്ല, ക്ലോസ് ചെയ്തു. മുകളിൽ 10 പുര. കാരണം നേരത്തെ പറഞ്ഞ പോലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഏരിയ ആയതുകൊണ്ട് ധാന്യങ്ങളൊക്കെ അവർ സേഫായിട്ട് മുകളിലാണ് സൂക്ഷിക്കുക. അത്യാവശ്യ സാധനങ്ങൾ താഴെ നിലവറയിൽ സൂക്ഷിക്കും. നിലവറ തുരങ്കത്തിനോട് ചേർന്നിട്ടുള്ളതായിരുന്നു. അത് നമുക്ക് ചെല്ലുന്ന പോണ വഴി കാണാം. അന്നത്തെ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ. കിണറൊക്കെ 1956 ശേഷമുള്ള കിണറാണ് കേട്ടോ. പാകിസ്ഥാന് ശേഷമുള്ള കിണറാണ്. ഒറിജിനൽ കിണർ ബാക്കിയുണ്ട്.
തിരികെ സ്ത്രീകളെ മാത്രം ഏരിയ, പുരുഷന്മാർക്ക് സെപ്പറേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മുകളില് ഇതിന് ചേർന്ന് നേരെ കാണുന്നത് ഐസൊലേഷൻ റൂമാണ്. വസൂരി പോലുള്ള പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ സെപ്പറേറ്റ് മാറ്റിക്കെടുത്തിരുന്ന മുറി. അതിന്റെ ഫ്ലോർ ടൈൽ ഒറിജിനൽ ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു റൂം ഉണ്ട്, അത് ഓപ്പൺ ആണ്. ഇത് മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ സ്ത്രീകൾ മാറിയിരുന്നിരുന്ന ഏരിയ ആണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാഫ് യൂസ് ചെയ്യാണ്. അതിന്റെ ഫ്ലോർ ടൈല് ചെട്ടിനാടൻ അത്തൻകുടി ടൈലാണ് കേട്ടോ. ഇതേപോലെ ചില പാലസുകളിലൊക്കെ മാത്രമേ ഇതേപോലുള്ള പ്രഷ്യസ് ടൈലുകൾ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഹാൻഡ് മെയ്ഡ് ആണ്. നോക്കാൻ നമുക്ക് സ്റ്റാഫിന്റെ അടുക്കള ഇതേപോലുള്ള പാലസുകളിലും ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പോഴും രഹസ്യവടി ഉണ്ടാവും. അത് ഇവർക്ക് മാത്രം അറിയാവുന്ന രീതിയിലായിരിക്കും കൊടുത്തിരിക്കുക. അത് ഇതിന് താഴെ കൂടിയായിരുന്നു. അപ്പൊ അവരും ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് കയറി വേണ്ടുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് സ്വത്തൊക്കെ എടുത്ത് ഇതിനകത്തേക്കൂടി തന്നെ തുരങ്കത്തിലേക്ക് ഇറങ്ങാം. താഴേക്ക് ഭൂമിക്കടിയിലൂടെ 2.5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മളിനി പോകാൻ പോകുന്ന കോട്ടയിൽ കോവിലം എന്ന് പറയുന്ന പെരിയാർ നദിയുടെ തീരത്തേക്കാണ് അത് ചെന്നെത്തിയിരുന്നത്. അവിടെ വഞ്ചികളൊക്കെ റെഡി ആയിരിക്കും രക്ഷപ്പെടാൻ. ആ ഒരു വഴി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ തുരങ്കത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നാണെങ്കിലും എൻഡിങ് പോയിന്റ് പലതായിരിക്കും. കാരണം ആ ഒരു എൻഡിംഗ് പോയിന്റിൽ വേറെ സൈൻ ഉണ്ടെങ്കിൽ വേറെ പോവാൻ തിരിഞ്ഞു പോവാൻ. പക്ഷെ വേറെ എവിടേക്കാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഇതിന്റെ കുറച്ച് ഭാഗം അവിടെ കുറച്ച് നാൾക്ക് മുമ്പേ വരെ ഓപ്പൺ ആയിരുന്നതുകൊണ്ട് നമുക്ക് കൺഫേം ആണ് അവിടെയും വരെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നിന്നുള്ളതിന്റെ ഓപ്പണിങ് നമ്മൾ അടച്ചു കളഞ്ഞു. 9 വർഷം മുന്നേ അത് അടച്ചു കളഞ്ഞു. അത് ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കാണാൻ അതിന്റെ ഭാഗം. ഇത് മരിക കഞ്ഞി വാർത്ത വെച്ചിരുന്ന പാത്രം. ഇത് മരത്തിൽ തീർത്ത ഒറ്റ തടിയിൽ തീർത്ത കലം. മോര് കറികളൊക്കെ ഒളിച്ചു വെക്കുന്നത്. പിന്നെ ഓടിഞ്ഞ ചെമ്പിലേക്ക് വാർപ്പുകൾ. ഇതിങ്ങോട്ടേക്ക് ഇവിടുത്തെ വാതിലുകളുടെ ഒക്കെ പ്രത്യേകത വിജാതി ഇല്ല കേട്ടോ. 2 വാതിൽ കുഴയിലാണ് നിൽക്കുന്നത്. ഇവിടെ താഴെ മാത്രം കണക്ഷൻ. പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും അറിയും. ഇത്ര സൗണ്ട് ആയിരിക്കും. ഈ ഊളവിൽ നോക്കിയായിരുന്നോ? നോക്കിക്കോ കർണസൂത്രം. ഇത് മാടമ്പി വിളക്കാണ്. അടുക്കളയിൽ ഊട്ടുപുരയിൽ ഉപയോഗിക്കുന്ന വിളക്കാണ്. നല്ല ഉയരമുള്ളതുകൊണ്ട് നല്ല വെട്ടം കിട്ടും. ഇതൊക്കെ മരമാണ്. ഈ ഭാഗം മാത്രം മുറികൾക്ക് 2 സൈഡില്ല. നിന്നോട്ടെ, എല്ലാവരും നിന്നോ. ആ ബാബാ രാവിലെ മതി കാണാം. വൈകുന്നേരം തിരിച്ചു വരാം. ഈ തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അച്ചടിശാലയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ് കോട്ടയിൽ കോവിൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതിൽ വെറും അവശിഷ്ട ഭാഗങ്ങളാണ്. ഇത് പണിതിരിക്കുന്ന പോർച്ചുഗീസുകാരാണ് കേട്ടോ. 16-ാം നൂറ്റാണ്ടിൽ അവർ പണിതിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ട ഭാഗങ്ങളാണ്. ഇതാ നോക്കി ആ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1930-35 ടൈമിലാണ് കേരള ഗവൺമെന്റ് ഇത് സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. 1935
ഔട്ട് ഓഫ് സിലബസ് ആയാലും എല്ലാ കാര്യങ്ങളും അവരെ കൂടി പെട്ടെന്ന് എണ്ണം കൊടുക്കണോ 20 അല്ലേ ഇവിടെ നല്ല രീതി തന്നെയാണ് കേട്ടോ ഭിത്തികളാണ്. അപ്പോ നമ്മൾ ഈ കാണുന്ന സ്ഥലം ജൂതപ്പള്ളിയാണ്. ജൂതപ്പള്ളി എന്ന് പറയുമ്പോൾ ജൂതരെ വന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് മുസ്ലിം പൈതൃക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 3 ജൂതപ്പള്ളികളുണ്ട്. ഒന്ന് ചേന്നമംഗലത്തിൽ, ഒന്ന് പറവൂർ മാർക്കറ്റിന്റെ അടുത്ത്, ഒന്ന് മാളം സ്ഥലത്ത്. അപ്പോൾ ഇപ്പൊ പള്ളികളിൽ പ്രാർത്ഥനകളൊന്നുമില്ല. അതായത് ജൂതർക്ക് പള്ളികളിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ മിനിമം 10 പുരുഷന്മാർ വേണം, പ്രായപൂർത്തിയ പുരുഷന്മാർ. എന്നാൽ മാത്രമേ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് പെർമിഷൻ ഉള്ളൂ. സ്ത്രീകൾക്ക് അതിന് പ്രാധാന്യമില്ല. അപ്പോൾ ഇവര് തോറ വായിക്കുന്ന സ്ഥലമാണ്. ഇവര് റബ്ബി തോറ വായിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പേര് ബേമാണ്. ഈ തോറ വായിക്കാൻ വേണ്ടിയിട്ട് ഈ തോറയുടെ സ്ക്രോള് അല്ലെങ്കിൽ പുസ്തകം സൂക്ഷിക്കുന്ന ആർക്കാണ്. അത് പരിശുദ്ധമായിട്ടുള്ള അലമാരയാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ പള്ളികളിൽ സ്ത്രീകൾക്കും വരാൻ പ്രാർത്ഥിക്കാം. പക്ഷെ അവർക്ക് വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പുറത്തൊരു സ്റ്റെയർ ഉണ്ട്. സ്ത്രീകൾ ആ സ്റ്റെയർ ഉപയോഗിച്ചിട്ട് മുകളിൽ നോക്കി എവിടെ നിന്ന് നോക്കി മുകളിൽ വന്നിട്ട് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ പെർമിഷൻ ഉള്ളൂ. താഴെ സ്ത്രീകൾക്ക് വരാൻ ഈ പ്രാധാന്യമില്ല. അത് ഇങ്ങോട്ടില്ല. ഇത് തോറയുടെ ഗ്രന്ഥം സൂക്ഷിക്കുന്ന പേടകമാണ് കേട്ടോ. തോറാന്ന് പേര്. ഇതിന്റെ അകത്താണ് തോറ സൂക്ഷിക്കാം. ഈ ഒരു മരത്തിന്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് ആർക്ക് എന്ന് പറയും. ഈ ആർക്കിൽ അവരെ ലിപികൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇത്തിരി പഴയതാണ് കേട്ടോ. നോക്കി അവർ കൊത്തുപണികളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് പഴയതാണ്. പറവൂസിന് പോലെ പുതിയതാണ്. അപ്പോൾ അത് സെക്കൻഡ് ഡേമ എന്ന് പറയും. താഴെ കാണുന്ന ഡേമ, മുകളിലെ സെക്കൻഡ് ഡേമ. ഇവരുടെ അവധി ദിവസം ശാബത്ത് എന്ന് പറയും. ആഴ്ചകളിൽ വെള്ളിയാഴ്ച അസ്തമയം മുതൽ ശനിയാഴ്ച അസ്തമയം വരെ. ശാബത്ത് ദിവസങ്ങളിലും ഫെസ്റ്റിവൽ ദിവസങ്ങളിലും പുരോഹിതൻ തോറ വായിക്കുന്ന സെക്കൻഡ് ഡേമയാണ്. അവിടെ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പ്രാർത്ഥനകൾ കേൾക്കാൻ പറ്റും. ഇത് മുകളിൽ കയറണമെങ്കിൽ മുകളിൽ കയറിയിട്ട് അതുവഴി ഇറങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇമ്പോർട്ടൻറ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനകൾ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോ അർബൻ സ്കെച്ചസിന്റെ നമുക്ക് പ്രോഗ്രാം തുടങ്ങിയല്ലോ. നമുക്ക് തീർക്കാം. മുസ്ലിം പ്രോജക്റ്റ് ഇത്രയും വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് നമ്മൾ ആദ്യം താങ്ക്സ് പറയുകയാണ്. കാരണം രാവിലെ 7:30 മണി തൊട്ടിട്ട് ഈ സമയം വരെ അവരുടെ സ്റ്റാഫും അവരും നമ്മളെ ബാക്കിൽ കൊണ്ടു നടക്കുന്നതിനും നമ്മുടെ കൂടെ കാര്യങ്ങൾ ഒരു കാര്യത്തിലും കുറവ് വരാതെ നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ജില്ലകളിലുള്ള അർബൻ സ്കെച്ചസ് കൊച്ചിയും അർബൻ സ്കെച്ചസ് തൃശ്ശൂരും കൂടി കൊളാബ് ചെയ്തിട്ടാണ്. അത് മോസ്ലിസ് പ്രോജക്റ്റിന്റെ ഭാഗത്ത് അണ്ടറിൽ കൊളാബ് ചെയ്ത ഒരു ഇവന്റ് ആണ് ഇന്നിവിടെ ഫുൾഫിൽ ചെയ്യുന്നത്. രാവിലെ 7:30 മണി തൊട്ടിട്ട് 11 മണി വരെ ആയിരുന്നു. പക്ഷെ 12:30 കഴിഞ്ഞ് 1 മണിയാകാൻ പോകുന്നു. ഓക്കെ, ഗ്രേറ്റ്. പക്ഷേ നമുക്ക് ഇത്രയും വർക്കുകൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തൃശ്ശൂരിന്റെ ഭാഗത്ത് നിന്നെങ്കിലും നമ്മള് ശരിക്കും പറഞ്ഞൊരു ചാപ്റ്റർ തുടങ്ങിയിട്ട് ഒരു 140 ഇത് കഴിഞ്ഞു നമ്മുടെ സ്കെച്ച്. അപ്പോൾ ഒരുവിധം കുറച്ച് പേര് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, കുറച്ച് പേര് വന്നിട്ടുള്ളൂ. 10-15 പേര് നമ്മൾ എത്തിയിട്ടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് കൊളാബാണ്. ഇനി ഇതേപോലെ നല്ല കൊളാബ്സ് ഉണ്ടാവട്ടെ. കാരണം കൊച്ചി അർബൻ സ്കെച്ചസ് കുറെ നാളുകളായിട്ട് തൃശ്ശൂരുമായിട്ട് കൊളാബ് നടത്തണം, കൊളാബ് ചെയ്യണം എന്നുള്ളത്. കാരണം അർബൻ സ്കെച്ചസ് കൊച്ചി തുടങ്ങി കുറച്ച് മാസങ്ങൾക്ക് ശേഷം തുടങ്ങിയതാണ് തൃശ്ശൂർ അർബൻ സ്കെച്ചസ്. പക്ഷെ അവര് നമ്മളെക്കാളും മുന്നിലാണ്. പക്ഷെ ആക്ച്വലി
നമ്മളുടെ ശരിക്കും മെന്റേഴ്സ് വേറെ 3 പേരാണ്. ഞാൻ കോർഡിനേറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരാളെ റെപ്രസെന്റ് ചെയ്യണം. നമ്മളെ പല പരിപാടിക്കും വിളിച്ചിട്ട് വന്നില്ല ഇപ്പഴാണ് ഇപ്പോഴേ സെന്ററിലേക്ക് ഓക്കെ. നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ മുസ്ലിംസിന്റെ ഭാഗമായിട്ടും അല്ലാതെയും നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഒന്ന് എങ്ങനെയുണ്ട് ഇതിന്റെ കൊളാബ് നടത്തിയിട്ട്? അതിവിടെ തൃശ്ശൂർക്കാരുടെ എല്ലാവർക്കും പറയാം. നമുക്ക് കുറെ ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവരും കുറച്ചുപേര് വരയ്ക്കുന്ന ഒരു പാറ്റേൺ, അവർ യൂസ് ചെയ്യുന്ന മീഡിയം, അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യാത്ത കുറെ മീഡിയംസ് ഇത് കണ്ടു പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇവരെ. പിന്നല്ല ഇത്രയധികം ആർട്ടിസ്റ്റുകൾ കൂടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കുറെ ടിപ്സ് കിട്ടും നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. അതുപോലെ ബൈ പ്രാക്ടീസ് ആണല്ലോ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും ചെയ്ത് നല്ല നല്ല ആർട്ടിസ്റ്റ് ആവട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഇദ്ദേഹമാണ് നസ്രിയ. ഇദ്ദേഹമാണ് തൃശ്ശൂർ അർബൻ സ്കെച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അത് മാത്രമല്ല ആദ്യം തുടങ്ങിയിട്ട് തന്നെ സ്കെച്ചിങ് കോമ്പറ്റീഷൻ ഈ ഒരു കാര്യത്തിലേക്ക് സ്കെച്ച് ആൻഡ് വർക്കിലേക്ക് ആദ്യം തുടങ്ങിയുള്ള ഒരാളാണ്. പിന്നെ നിങ്ങൾ ഇന്ന് കാലത്ത് കണ്ട നീതുവും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വൈശാഖും ഇപ്പോൾ ഗൈഡിങ്ങിന് പോയിക്കാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ പാലയം കോവിലത്തിന്റെ മാനേജറാണ് മിനി. അപ്പോൾ ഇത്രയും അധികം ആളുകളുടെ അത് മാത്രമല്ല ഇതിന് കൂടുതലായിട്ടും നമ്മുടെ വേറെ ഒരുപാട് സ്റ്റാഫുകളും ഇതിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലേക്ക് മുസ്ലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസുകളും അതോടൊപ്പം തന്നെ ഒരു പിന്നെ പ്രൊജക്ടുകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ സ്കെച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അത് ഞങ്ങളുടെ സഹായിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും. കാരണം ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അവസരങ്ങളും പുതിയ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനുള്ള അവസരങ്ങളും വരുമ്പോഴാണ് തീർച്ചയായും ഒരു ആർട്ട് ഡെവലപ്പ് ആവുകയും ആ കമ്മ്യൂണിറ്റി തന്നെ മൊത്തം ഡെവലപ്പ് ആവുകയും ചെയ്തു. അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്നതിന് ഞങ്ങൾ വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ഗ്യാദർ ചെയ്യുക, ഇത്രയും നല്ലൊരു സ്ഥലം, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഒരു കാര്യത്തിനും നമ്മൾ എന്താ പറഞ്ഞ ആകെ ജസ്റ്റ് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് എന്ത് പേന വേണം, ഏത് പേപ്പർ വേണം എന്ന് മാത്രം, എന്ത് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ അങ്ങോട്ടൊന്നും വേണം എന്ന് പറയേണ്ടി വന്നിട്ടില്ല. എല്ലാം അവർ നോക്കി ചെയ്തിട്ടുണ്ട്. ബിസാർ എന്തെങ്കിലും? നമ്മൾ രാവിലെ വന്നപ്പോൾ മുതൽ ഇവരുടെ ഒരു എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി അത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരെ ഉള്ള കാര്യങ്ങളിൽ ഇനി ഇൻ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളും ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട്. രാത്രി റെസിഡൻസി വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിപാടി, ഡേ ആൻഡ് നൈറ്റ് ആ രീതിയിലൊരു കൊളാബ് വേണമെങ്കിൽ അതും. സ്കെച്ചസ് തൃശ്ശൂർ കൊല്ലവും ഒരു ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അവർക്കും വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അവരും അവിടുന്ന് ഇതേപോലെ തന്നെ 30-40 ആളുകൾ വരാൻ തയ്യാറാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു റിക്വസ്റ്റ് ആണ്. അർബൻ സ്കെച്ചസ് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം വന്നു തുടങ്ങുന്നുണ്ട്. അർബൻ സ്കെച്ചസ് കോഴിക്കോട് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ തുടങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എല്ലാം ചാനലിലാണ്. തീർച്ചയായും അർബൻ സ്കെച്ചസ് ഫാമിലിയുടെ എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ട് മുസ്ലിംസ് പ്രൊജക്ടിന് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ നമ്മുടെ അർബൻ സ്കെച്ചസിന്റെ ഒരു കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് ഇതിന്റെ പ്രിന്റുകൾ ഇവിടെ വിൽപ്പന എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. അതാണ് ഒരു ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രിന്റ് അല്ലെങ്കിൽ ഒറിജിനൽ അത് വെക്കാൻ നിങ്ങളുടെ കൗണ്ടർ എന്തായാലും സോനിയർ കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ ഇത് നിങ്ങൾ കളക്ഷൻ എന്നുള്ള രീതിയിൽ അത് എടുക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ചെറിയൊരു റെമ്യൂണറേഷൻ കിട്ടും. അത് നിങ്ങളൊന്ന് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ അജിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊന്ന് ഞങ്ങളുടെ ആർക്കൈവ്സിലേക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ രീതിയിലുള്ള ഐഡിയ ആണെങ്കിൽ ഞങ്ങൾ വി ആർ റെഡി. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ആർക്കൈവ്സിലേക്ക് മാറ്റിയിട്ട് ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് തന്നെയുള്ള എക്സിബിഷൻസുകൾ നിങ്ങളുമായി കൊളാബ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പ്രിസർവേഷൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ അതിനോട് സംസാരിച്ചിരുന്നു. കാരണം ഇത് കുറേ നാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഇതിനെങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും, അതിനും കൂടി ഞങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം വിൽ ഡു ദിസ്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ തവണ വരച്ചിട്ടുള്ള ഒരു 20 തൃശ്ശൂർ അർബൻ സ്കെച്ചുമായി ബന്ധപ്പെട്ട് 20ഓളം ചിത്രം ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. അത് എല്ലാവരും കൂടി ചേർത്തുകൊണ്ട്
ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾക്ക് വലിയൊരു എക്സിബിഷൻ തന്നെ നടത്താനും പിന്നെ അതോടൊപ്പം ആ സമയത്ത് എല്ലാവരുടെയും അക്നോളജ്മെന്റോട് കൂടി തന്നെ അന്ന് വിൽപ്പനയ്ക്ക് പോകുവാണെങ്കിൽ അതനുസരിച്ച് റെമ്യൂണറേഷൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലംസ് ഇല്ല. ഞങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക, മാക്സിമം ഇതുപോലുള്ള ആളുകളുമായിട്ട് കൊളാബ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ ഒരു പോയിന്റ് സാറ് അറിയണത് ഒരു നമ്മളുടെ ഒരു എന്താ പറയണത് പറന്ന് വരക്കുന്ന പറവ എന്ന് പറയുന്ന വിൽസി ചേച്ചിയും ഹസ്ബൻഡ് വർമ്മയും കൂടിയിട്ടാണ് ഫസ്റ്റ് ടൈം കൂടെ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഞാൻ പറഞ്ഞോളാം. ഞാൻ കൊടുത്ത് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അന്ന് ഈ മേഡായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആ ഒരു മാഡം എന്തായാലും പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ 2 ഗസ്റ്റ് വന്നു എന്നുള്ളത് ആക്ച്വലി ഞാൻ അന്ന് വേറെ സൈറ്റിൽ എവിടെയായിരുന്നു പ്രസൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഫോട്ടോസ് നിങ്ങളുടെ എല്ലാം അയച്ചു. ഞങ്ങൾ പെട്ടെന്ന് അത് ഫോട്ടോസ് എടുത്ത് എനിക്ക് ഡോക്യുമെന്റ് ചെയ്യണമല്ലോ നെക്സ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് മിഥുനായിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഫ്രെയിം ഇട്ട് വെച്ചേക്കായിരുന്നു. അപ്പോഴേക്കാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് ചെയ്തത്. അപ്പൊ അത് വളരെയധികം സഹായിച്ചു. പിന്നെ കൊച്ചിയുടെ എത്തിച്ച ഭാഗങ്ങളിൽ ഒരു ഓക്കെ. അപ്പൊ ഇനി ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നമ്മളിന്ന് സ്കെച്ച് വാക്ക് നടത്തിയത് വളരെ നല്ല കാര്യമാണ്. കാരണം ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സജഷനാണ്, ഇതിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ രാവിലെ മുതൽ അങ്ങനെ ആയിരിക്കുമല്ലോ, കുറച്ച് നമ്മൾ കുറെ സമയം നമുക്ക് പോകുന്നുണ്ട്. അപ്പൊ ഒരു ഇനി ഒരു പർട്ടിക്കുലർ ഏരിയ അത് കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അത് സെറ്റ് ചെയ്ത് അടുത്ത മീറ്റപ്പിൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചുകൂടി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, കുറെ ഇഷ്ടം പോലെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. അപ്പൊ അതൊരു സജഷനാണ്. ഇനി നെക്സ്റ്റ് ടൈം ഇതാക്കുമ്പോൾ ഇതിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ തവണയും ഞങ്ങളിങ്ങനെ 2 സ്ഥലങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞെടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് അന്നത്തെയും ഇന്നത്തെയും കഴിഞ്ഞ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരുപാട് ലിമിറ്റേഷൻ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലായ ഏറ്റവും ഒരു കാര്യമാണ് ടൈമിങ്. അതായത് 2 സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങൾ അനാവശ്യമായിട്ട് പോയി പോകും. അപ്പൊ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വൺ ഡേ പ്രോജക്ട്, രാവിലെ ഒരു സെഷൻ, ഉച്ചക്ക് വേറെ അങ്ങനെ രാവിലെ ഇവിടെ ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം വേറെ സ്പോട്ടിലേക്ക് പോയാലും കുഴപ്പമില്ല. അപ്പൊ മാക്സിമം ഒരു ദിവസം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. കഴിഞ്ഞ തവണ പക്ഷെ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല, കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. 23